അപ്പോൾ നമ്മുടെ അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളിന്ന് വിറകടുപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ല് കിട്ടും ഇതിന്. അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. നമുക്ക് എടുത്ത് നോക്കാം. 8 വോൾട്ട് ടീമിൻ്റെ മറ്റൊരു മനോഹരമായ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കണത് ഒരു അടാര പോത്തിൻ്റെ 15 കിലോയുള്ളൊരു പോട്ടി റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഐറ്റം ഇതാണ്. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് കണ്ടിച്ച് ചെറിയ പീസാക്കിയിട്ട് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാം നമുക്ക് ആദ്യം. നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത്ര വലിപ്പം മതിയായിരിക്കും അല്ലേ? കത്തിക്ക് മുറിച്ച് കൂട്ടണോ? മറ്റേ കത്തി എടുത്തോ. കുറച്ചും കൂടെ മുറിച്ചാണ് വേണം. കാലത്ത് നീ മറിയിക്കണ്ട, ഇങ്ങോട്ട് പോരെ. പണിയുണ്ട്. പിടിച്ച് കൂടിക്കാടാന്ന് ഏതാ പൊട്ട നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മുടെ ബോട്ടി നമ്മൾ കഴുകി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവനെ നമുക്ക് ഞുറുക്കി പീസാക്കാം. കാലിന്റെ സൈഡിലോട്ട് ഇട്ട് നീക്കി വെക്കുകയാണെങ്കിൽ അതിന് ഇച്ചിടെ സെറ്റപ്പ് കിട്ടും വെട്ടാൻ. നമ്മുടെ ബോട്ടി നല്ല ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഒന്നോടെ നമ്മളൊന്ന് കഴുകി എടുക്കാൻ പോവുകയാണ്. നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് 2-3 തവണ കഴുകിയതാണ്. നീർക്കി കഴിഞ്ഞ് നമുക്ക് ഒന്നോടെ നല്ലപോലെ കഴുകിയെടുക്കാം. അതിലുണ്ടായിരുന്ന വേസ്റ്റൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. നല്ല സമയം എടുത്തിട്ടോ അതൊന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാനായിട്ട്. നമ്മൾ രാവിലെ തുടങ്ങിയ പരിപാടി കേട്ടോ. ഇപ്പോൾ സമയം 3 മണിയായി. രാവിലെ 12 മണിയായപ്പോൾ തുടങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളിന്ന് വിറകടുപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കണ ചേരുവകൾ 1 കിലോ ഉള്ളി എടുത്തിട്ടുണ്ട്. വലിയ സവാള 3 എണ്ണം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കടുക്, കറിവേപ്പില, ഇഞ്ചി 200 ഗ്രാം, പച്ചമുളക് 200 ഗ്രാം, മീറ്റ് മസാല 200 ഗ്രാം, മുളക് പൊടി 200 ഗ്രാം, മല്ലിപ്പൊടി 200 ഗ്രാം, ആവശ്യത്തിന് ഉപ്പ്, വെളുത്തുള്ളി 100 ഗ്രാം, 1/2 കിലോ എണ്ണ. ഇത്രയാണ് നമ്മുടെ ചേരുവകൾ. ഇനി നമുക്കിത് എങ്ങനെ റെഡിയാക്കാം എന്ന് നോക്കാം. കുറച്ച് കൂടുതലാണ്. അപ്പോൾ തീ കുറച്ച് വിറകങ്ങ് ഒഴിവാക്കണം. അടുപ്പേ കയറ്റി കഴിഞ്ഞിട്ട് വിറക് കൂടുതൽ വെച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. 1/2
കിലോ എണ്ണ നമ്മൾ എടുക്കും കേട്ടോ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയുടെ കൂടെ തന്നെ നമുക്ക് സവാള കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, നമുക്ക് ഇതിനെ നല്ലപോലെ വഴറ്റിയെടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊരു ചെറിയ ബ്രൗൺ കളർ ആയി വരണം. നമ്മുടെ സവോളയും ഉള്ളിയും നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല, മുളക് പൊടി. അതായത് നമ്മൾ 200 ഗ്രാം ചേർക്കണമില്ല, ഒരു 150 ഗ്രാമൊക്കെ ഏകദേശം ചേർക്കുന്നത്. മറ്റ് മസാല 200 ഗ്രാം. മല്ലിപ്പൊടി നമ്മളൊരു 150 ഗ്രാം ചേർക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പോടെ ചേർത്ത് കൊടുക്കാം. എണ്ണ വേണം കേട്ടോ, നല്ല പോലെ ടൈറ്റ് ചെയ്ത്. നമുക്ക് ഒരു അല്പം എണ്ണയുടെ കുറവുണ്ട്. നമുക്ക് ശകലം എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ വഴറ്റി റെഡിയായിട്ടുണ്ട്. നമുക്ക് ബോട്ടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആൽബത്ത് ഇളക്കി കൊടുത്തടാ.
ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നമ്മളെ തവി ശാലം ചെറുതായിപ്പോയി. ഇപ്പോൾ ഇറച്ചി ബോട്ടിയിലൊക്കെ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ മസാല ഞാനിന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് സാധനം. ഇതാണ് സർവ്വസുഗന്ധി. ഇതിൻ്റെ ഒരു 2-3 ഇല നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ല് കിട്ടും ഇതിൻ്റെ. നമുക്ക് ബോട്ടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഒരു മണിക്കൂറത്തേക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. തീ കത്തിച്ച് കൊടുക്കാം. തീയിൽ 1 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോട്ടി നല്ല മാതിരി നമുക്ക് റെഡിയാക്കി കിട്ടുള്ളൂ. കപ്പ പൊളിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയും കൂടെ അടുപ്പിൽ വെക്കാം. നമുക്കത് എന്ത് വരാൻ നമ്മുടെ ബോട്ടി പകുതി വേവായിട്ടുണ്ട്. നമ്മുടെ മെയിൻ സാധനം നമ്മൾ ചേർത്തിട്ടില്ല, കുരുമുളക്. നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പകുതി വേവാകുമ്പോഴാണ് കുരുമുളക് പൊടി ചേർക്കേണ്ടത്. പൊടിയും കൂടെ കുരുമുളകും കൂടെ ചേർത്താൽ ഇതിൻ്റെ കളറൊക്കെ ഇങ്ങോട്ട് വരുള്ളൂ. നമുക്ക് നല്ലപോലെ ഇതിനെ ഇളക്കി ചേർത്ത് കൊടുക്കാം. നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. നമുക്ക് എടുത്ത് നോക്കാം. വെള്ളമൊക്കെ വറ്റി ഒരു കുഴമ്പൻ രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ ആദ്യം എടുത്ത് വെക്കാം. നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ. ആക്രമിക്കൂ. ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി സാധനം. കൊള്ളാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ സാധനം. സാധനം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അടിപൊളി സാധനം. കുറച്ച് അധികം സമയം എടുത്തു. നമ്മളൊരു 11 മണിക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5:30 മണി സമയമായിട്ടുണ്ട്. സാധനമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇതിലും നല്ല മറ്റൊരു മനോഹരമായ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.